بسم الله الرحمن الرحيم قال കഴിഞ്ഞ 10 വർഷങ്ങൾക്കപ്പുറം വലിയ തോതിൽ ആരംഭിച്ച് ഇന്ന് കേരളത്തിനകത്തും പുറത്തും ലക്ഷക്കണക്കായ ആളുകൾക്ക് ഇസ്ലാമിക ദഅവത്തിന്റെ പുതിയ ശൈലിയും രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ, അതുവഴി അവരുടെ ജീവിതം ധന്യമാക്കാനുള്ള ഏറ്റവും മഹത്തായ ഒരു പ്രസ്ഥാനമായി ഖുർആൻ സ്റ്റഡി സെന്റർ ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രഭാഷണം മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ആശങ്കകളും ഉണ്ടാകാറുണ്ട്. പ്രതികൂല കാലാവസ്ഥയും മറ്റു തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ വർഷം ഇത് വിജയിക്കുമോ എന്ന് പലപ്പോഴും സംഘാടകരെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഓരോ വർഷവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പരിപാടി കൂടുതൽ വിജയത്തിലെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വേദിയിലും ഈ സദസ്സിലുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ല മനസ്സുകൾക്കും ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ പേരിൽ ആത്മാർത്ഥമായി 1000 സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من عذابه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി പരിശുദ്ധ റമളാനിൽ പങ്കെടുക്കാൻ സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ മഹത്തായ നിഅമത്തിന് റബ്ബുൽ ഇസ്സത്തിനെ അങ്ങേയറ്റം സ്തുതിക്കാൻ നാം കടമപ്പെട്ടവരാണ്. അൽഹംദുലില്ലാഹ്. വരുന്ന റമളാനിൽ ആര്, എന്ത്, എങ്ങനെ എന്നത് റബ്ബുൽ ഇസ്സത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കൽ മാത്രമാണ് ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. വരുന്ന റമളാനിലും ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമുക്കെല്ലാം കുടുംബസഹിതം നമ്മുടെ സഹായികൾ സഹിതം പങ്കെടുക്കാൻ റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഇത്രമാത്രമേ ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റമളാനിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു മഹാഭാഗ്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മുതൽക്ക് തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ, ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ,
റമളാനിൽ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം നൽകണമേ എന്ന് റമളാന്റെ 60 ദിവസം മുമ്പ് തന്നെ പുണ്യനബി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ഹദീസ് ഷരീഫിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെ പരിശുദ്ധ റമളാനിൽ പങ്കെടുക്കാൻ ഉള്ള തൗഫീഖ് ഇത് മഹാഭാഗ്യമാണ് എന്നതിലേക്ക് സൂചനയാണ്. റജബെത്തിയിട്ട് പിന്നെ റമളാനിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് മഹാനഷ്ടമായി തന്നെയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ഈ റമളാനിലും നമുക്ക് പങ്കെടുക്കാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പരിശുദ്ധ റമളാൻ നമുക്ക് നൽകപ്പെട്ടതുകൊണ്ടുള്ള ഉദ്ദേശം അതുപോലത്തെ പുണ്യ ദിവസങ്ങൾ പുണ്യ സമയങ്ങളൊക്കെ നൽകിയതിൻ്റെ തത്വം നാം ഏവരും മനസ്സിലാക്കിയതാണ്. അതായത് മുൻകാല സമൂഹം വളരെയധികം ദീർഘായുസ്സുകൾ നൽകപ്പെട്ടവരാണ്. നമ്മുടെ ഈ സമൂഹമാണെങ്കിൽ വയസ്സ് വളരെ കുറഞ്ഞവരാണ്. പുണ്യനബി എന്നെ പറയുകയുണ്ടായി, ഉംറു ഉമ്മത്തി മിൻ സിത്തീന ഇലാ സബഈൻ, എൻ്റെ സമൂഹത്തിൻ്റെ മികച്ച പ്രായം അധികവും അത് 60 മുതൽ 70 വരെയാണ്. അപ്പം ഇങ്ങനെ പ്രായം ചുരുക്കപ്പെട്ട വിഭാഗമായതുകൊണ്ട് മുൻകാല സമൂഹത്തിന് കൂടുതൽ ഇബാദത്ത് ചെയ്ത് വിജയിക്കാനുള്ള സൗകര്യം നൽകപ്പെട്ടതുകൊണ്ട് ആ മഹത്തായിരിക്കുന്ന ഒരു സൗകര്യം നമുക്ക് നികത്തിക്കിട്ടാനാണ് ഇങ്ങനെയുള്ള പുണ്യദിനങ്ങൾ മാസങ്ങളൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നമ്മുടെ രേഖകളിലുള്ളത്. അപ്പം അത് ഉപയോഗപ്പെടുത്തലാണ് നമ്മുടെ കടമ എന്ന് നാം പ്രത്യേകമായി ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ. ബിസ്മില്ലാഹി അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് അള്ളാഹിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അള്ളാഹിന്റെ ഒരു പൊരുത്തപ്പെട്ട ഒരു തീരുമാനം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ഞാനിങ്ങനെ വരികയാണ്. എല്ലാവരും ഇങ്ങനെ ആകുലപ്പെടും എന്നല്ലാതെ ഒരു വേണ്ടത്ര ഒരു ചർച്ചയോ പ്രഭാഷണമോ പോലും നടക്കാത്ത ഒരു വിഷയമാണ്. എന്നാൽ എല്ലാവരും അടക്കം പറയുകയും വേദനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യവുമാണ്. അങ്ങനത്തെ ഒരു വിഷയത്തിലേക്ക് ഇന്ന് ഈ 10 കൊല്ലത്തെ ഒരു ഉപഹാരം എന്ന നിലയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ എൻ്റെ ശ്രോതാക്കളും പിന്നെ ഈ ഗൾഫിലും മറ്റും ഈ കാസറ്റുകൾ ആവർത്തിച്ച് കേൾക്കൽ പതിവാക്കിയ ലക്ഷക്കണക്കായ ഇതിൻ്റെ ഗുണകാംക്ഷികളുമായ ആളുകളുടെ മുന്നാകെ ഈ ഒരു സന്ദേശം ചർച്ച എടുത്തു വെക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ.
അപ്പോൾ ഇതിന് ഒരു വലിയ ഫലം ഉണ്ടാകണം. ഇതിന് നമ്മുടെ സാമൂഹിക രംഗത്ത് ആരോഗ്യകരമായ നേട്ടങ്ങൾ ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഗൾഫ് ജീവിതം കത്തുപാട്ടിനുമപ്പുറം എന്നതാണ് ഇന്നത്തെ വിഷയം. കത്തുപാട്ട് എഴുതിയ എസ് എ ജമീൽ എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം നിലമ്പൂർക്കാരനാണ്. നിലമ്പൂർ ലോകത്ത് ഒരുപാട് കലാകാരന്മാരുടെയും പ്രതിഭകളുടെയും ലോകത്ത് അറിയപ്പെട്ട ഒരു തേക്കിന്റെയും നാടാണ്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് നിലമ്പൂരാണ്. അനവധി കലാകാരന്മാരും മറ്റുമൊക്കെയുള്ള ഒരു നാടാണ്. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു എസ് എ ജമീൽ. അദ്ദേഹത്തിന്റെ ബാപ്പ ഒരു സയ്യിദായിരുന്നു. അവരെ ഫീൽഡിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കതുമായി ബന്ധം അത്ര ഇല്ലാത്തത് കൊണ്ടും എന്നാൽ അതിനെയൊക്കെ മറഞ്ഞു നിന്ന് കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിലപ്പോഴൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ ഈ 10-20-30 കൊല്ലത്തിനുള്ളിലുള്ള സാമൂഹിക സാഹചര്യത്തിൽ 1979 കത്തുപാട്ട് വരുന്നത്. 32 കൊല്ലം 33 കൊല്ലമായി. ഈ 33, 32, 33ാമത്തെ കൊല്ലത്തിലേക്ക് കിടക്കുക. ഈ 33 കൊല്ലത്തിനിടയിൽ പുതിയ പഴയ തലമുറകൾ വ്യത്യാസമില്ലാതെ ഗൾഫ് എന്നതിൻ്റെ ആ ഒരു സ്പന്ദനം തുടിച്ചു നിന്ന ഒരു വരികളുണ്ട്. അതിൽ ആ വരികളെ നമുക്ക് എങ്ങനെ പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ പച്ചയിൽ പറയുമ്പോൾ മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. മൻ തഅസ്സ ബിഅസാഇൽ ജാഹിലിയ്യ ഫഅല്ലു ബിഹനി അബീഹി എന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിപ്പത്തരം പറയുന്ന ആളോട് നിന്റെ ബാപ്പയുടെ ഹനിൽ പോയി കടിക്കുക എന്നവനോട് പറ എന്നാ പുണ്യ റസൂൽ പറഞ്ഞത്. ഹനി എന്നതിന് പച്ച മലയാളം പറയാൻ കഴിയില്ല. പറയാൻ കഴിയാഞ്ഞിട്ടുണ്ടല്ല, അത്ര സുഖം ഉണ്ടാവില്ല. പറഞ്ഞാൽ പുണ്യ നബിയാണ് താനും. അതെന്തിനാ? കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കാൻ അങ്ങനെ പറഞ്ഞതാണ്. എന്നാലാകട്ടെ ഹാന എന്ന് പറയുകയും ചെയ്തു. ഫർജ് എന്ന് പറയുന്നതിന് പകരം ഹാന എന്ന് പറഞ്ഞു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മായുസ്തറു മിനൽ ഔറത്തി, മറക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഔറത്തിനാണ് ഹാന എന്ന് പറയും. ഫഅല്ലു ബാപ്പാന്റെ ഹനുമ പോയി കടിക്കാൻ പറഞ്ഞു ആ നേരത്ത് നിന്ന്, അങ്ങനെ പറഞ്ഞു. അവന്റെ ഹനുമൽ അവന് കടിക്കാനോട് കഴിയൂല എന്നാ പറഞ്ഞത്. ഇത് പറഞ്ഞാൽ പുണ്യ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില കാര്യങ്ങളിലെ ചില വിഷയങ്ങൾ അതിന്റെ പച്ചയായി ഉൾക്കൊള്ളണമെങ്കിൽ അതിന്റെ പച്ചപ്പുള്ള ചില വരികൾ അതിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എസ് എ ജമീലിന്റെ വരികളെ അങ്ങനെ തന്നെ കാണുന്നത്. അതുകൊണ്ട് കത്തിനെ പറ്റി പറയാണല്ലോ, കത്തല്ലേ നമ്മളെ ചർച്ച. കത്ത് വെച്ചിട്ട് നമ്മള് സമൂഹത്തെ ഇന്നത്തെ നിലവാരത്തെയും രീതികളെയും ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ അങ്ങോട്ട് നമ്മളെ എത്തിച്ച ഘടകം എന്ത് എന്ന് പഠിക്കാം. അതുകൊണ്ട് മുമ്പ് വമ്പുറ്റ ഹംസ റളിയല്ലാഹു എന്ന പാട്ട് നമുക്ക് പാടിത്തന്ന് വളരെ ശ്രദ്ധേയനായ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് നിർവഹിക്കുകയും അള്ളാഹുവിന്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മദ്ഹ് പോരിശപ്പാട്ടുകളിൽ വളരെ ശ്രദ്ധേയനാവുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട പോരൂർ മുഹമ്മദ് സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹം എസ് എ ജമീലിന്റെ കത്തുപാട്ട്, ഭാര്യ ഭർത്താവിന് അയച്ച പാട്ട്, അത് മാത്രം, മറ്റെല്ലാം കൂടെ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന് അയച്ച ആ ഒരു മനസ്സിന്റെ ഗദ്ഗരം മുറ്റി നിൽക്കുന്ന ആ കണ്ണീർത്തുള്ളികൾ രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ ഒരു പെണ്ണിന്റെ പേനയിൽ നിന്ന് ഭർത്താവിലേക്ക് വന്ന ഈ മൊബൈലും സംവിധാനങ്ങളും ചാറ്റിങ്ങുകളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ 15 ദിവസം കത്തങ്ങോട്ട്, പിന്നെ ഒരു ആഴ്ച കത്തിന്റെ വേദന, പിന്നെ 15 ദിവസം കൊണ്ട് കത്തിങ്ങോട്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും പുതിയ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകമൊക്കെ നശിച്ചുപോയി. ലോകം നശിച്ചത് നിങ്ങൾ ഈ 10-20 വയസ്സത്തിന് ഇപ്പുറമുള്ള ആളുകളൊക്കെ ജനിച്ചപ്പോഴാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദുനിയാവിൽ ഈ ലോകവും പരലോകവും ഉണ്ട്. നമ്മളിപ്പോൾ ഈ ലോകത്താണ്. പരലോകം 25 കൊല്ലം മുമ്പ് കഴിഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായും കൃത്യമാണ്.
ഈ ദുനിയാവിൽ ഒരു അത്ഭുതം കാണിക്കാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയാൽ 950 ഭൂമിയെ മടക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ദൗത്യം. അതിൽ ദാരിദ്ര്യം ഉണ്ടായിക്കോട്ടെ, ആ ദാരിദ്ര്യത്തെക്കാൾ മനോഹരമല്ല ഇന്നത്തെ ആഡംബരവും സുഖവും എന്നതൊരു സത്യം. അതുകൊണ്ട് ആ ഒരു വേദനിക്കുന്ന വരി ബഹുമാനപ്പെട്ടവർ പാടും. എന്നെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ. മാറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്? എൻ മിഴികൾ തൂകും കണ്ണുനീരതു കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്? എങ്ങനെ ഞാൻ പറയും? എല്ലാം ഓർത്ത് എന്നെന്നും ഞാൻ കരയും. ഈ കത്തിന് ഉടനടി ഒരു മറുപടി തന്ന് സംഗീതം തീർത്തിടണേ. ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. മധുവീതു നാളുകൾ മനസ്സിൽ കളിക്കുന്നു, മദനക്കിനാവുകൾ മാറോടണക്കുന്നു. മലരണി രാത്രികൾ മഞ്ഞിൽ കുളിർക്കുന്നു, മണിയറ കട്ടിലോ മാടി വിളിക്കുന്നു. എങ്ങനെ ഞാൻ ഉറങ്ങും? കിടന്നാലും എങ്ങനെ ഉറക്കം വരും? ഉറങ്ങിയാലും മധുവിധുവതിൻ പുതു സ്വപ്നം കണ്ട് ഞെട്ടിയുണരും. തലയണ കൊണ്ട് കെട്ടിപ്പുണരും. 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്ന് 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായൊരു കുഞ്ഞിന് 3 വയസ്സായിന്ന്. അവനെന്നും ചോദിക്കും ബാപ്പായ വീടെന്ന് ഓടിച്ചാടി കളിക്കും. മോൻ ബാപ്പാനെ മാടി മാടി വിളിക്കും. അത് കാണുമ്പോൾ ഉടഞ്ഞിടും ഇടനെഞ്ച് പിടഞ്ഞിടും. പൂക്കുഞ്ഞി പൈതലല്ലേ, ആ മുഖം കാണാൻ പൂതി നിങ്ങൾക്കുമില്ലേ? അന്നു മധുരം നുകർന്നോരീ മണിയാര, ഇന്നു ഞാൻ പാർക്കും തടങ്കൽ തടവറ. മണവാട്ടിയായി വന്നു കയറിയോരിപ്പൂര, മനമോഹങ്ങൾ കൊന്ന് കുഴിച്ചിട്ട കല്ലറ. കണ്ണീരിൽ പൂവിരിഞ്ഞ് കഥനക്കനലിൽ ഖൽബ് കത്തിക്കരിഞ്ഞ് കര കാണാതെ കുടുങ്ങിടും നടുക്കടലിടുക്കിൽ ഞാൻ നീന്തി നീന്തി തുടിക്കും. അങ്ങനെ ഞാൻ നീറി നീറി മരിക്കും. മധുരം നിറച്ചോരൻ മാംസപ്പൂവൻ പഴം മറ്റാർക്കും തിന്നാൻ കൊടുക്കൂലൊരിക്കലും. മരിക്കോളം ഈ നീതി കാക്കും ഞാനെങ്കിലും. മലക്കല്ല ഞാൻ പെണ്ണെന്നോർക്കണം നിങ്ങളും. യൗവനത്തേൻ കഴിഞ്ഞ് 17 പൂവന പൂക്കൊഴിഞ്ഞ് കാരുണ്യത്തിൽ കടഞ്ഞെടുത്തപ്പൻ കുടമൊടുവിൽ ഞാൻ കാഴ്ചപ്പണ്ടം മാത്രമായി ഒഴിഞ്ഞിട്ട നേർച്ചക്കോഴി പോലെയായി.
അറബിപ്പൊൻ വിളയും മാരുമണൽ കാട്ടില്, അകലെ അബൂദാബി ഗൾഫിന്റെ നാട്ടില്, അധ്വാനിക്കും നിങ്ങൾ സൂര്യന്റെ ചോട്ടില്, അനുഭവിക്കാൻ ഞാനും കുട്ടിയുമീ വീട്ടില്. ഞാനൊന്ന് ചോദിക്കുന്നു, ഈ കോലത്തില് എന്തിന് സമ്പാദിക്കുന്നു? ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടും ഒരു പാത്രത്തിലുണ്ണാമല്ലോ, ഒരു പായ വിരി ചൊന്നിച്ചുറങ്ങാമല്ലോ. കത്ത് വായിച്ചുടൻ കണ്ണുനീർ വാർക്കണ്ട, കഴിഞ്ഞു പോയതിനെ ഒന്നുമേ ഓർക്കണ്ട, കൽബിലെ കഥനപ്പൂമാല്യങ്ങൾ കോർക്കണ്ട, കഴിവുള്ള കാലം കളഞ്ഞി നീ തീർക്കണ്ട. യാത്ര തിരിക്കുമല്ലോ, എനിക്കാ മുഖം കണ്ട് മരിക്കാമല്ലോ. നിങ്ങൾക്കായി തട്ടിക്കൊട്ടി കട്ടിലിട്ട് പട്ടുവിരിച്ചറയൊന്നൊരുക്കിയിടട്ടെ, തൽക്കാലം ഞാൻ കത്ത് ചുരുക്കിയിടട്ടെ. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു അസ്സലാം. മുഅ്മിനീങ്ങൾ, സാന്ദർഭികമായി ആ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ നിലവിലുള്ള സാഹചര്യം ഇന്നും അതിനേക്കാൾ ഭിന്നമല്ല എന്നത് ഒരു വസ്തുതയായി നാം ഇവിടെ അനുസ്മരിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ സത്യത്തിൽ ഗൾഫ് കൊണ്ടുണ്ടായിട്ടുള്ള ഗൾഫിലെ സഹോദരങ്ങൾ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് വളരെ ഒരു പച്ചയായ സത്യമാണ്. ഞാനൊരു ഗൾഫ് വിരോധിയല്ല, ഗൾഫുകാരോട് ദേഷ്യമുള്ള ആളല്ല, ഗൾഫിനെതിരെയുള്ള പ്രസംഗവുമല്ല ഇത്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും പ്രധാനപ്പെട്ടതിനെ അപ്രധാനമായി കാണുന്ന ഇന്നത്തെ ജീവിത രീതിയിൽ നിന്ന് പ്രധാനം തന്നെ എന്ന് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഗൾഫ് കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, ഗൾഫിലെ സഹോദരങ്ങൾ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. ഇന്നലെ പോലും ഈ വേദിയിൽ അബുദാബിയിലെ സഹോദരങ്ങൾ കേരളത്തിലെ ദഅവത്തിന് വേണ്ടി ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ നൽകിയ ഈ വേദിയിൽ അതൊന്നും മറക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത് വളരെ സത്യം. ഞാന് അബുദാബിയിലും മറ്റുമൊക്കെ ദീനീ ദഅവത്തിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ പോയിട്ടുണ്ട്. ദുബായിലും അവരൊക്കെ ചെയ്തിട്ടുള്ള നിസ്സീമമായ സഹകരണവും സ്നേഹവും മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പൗരാണികമായ 8, 10, 20, 25 മഹല്ലോ പള്ളി ഉണ്ടാവും. ബാക്കിയുള്ളത് മുഴുവനും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ സംരംഭങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫിലെ പണം കൊണ്ടാണെന്നത് ഒരു അടിസ്ഥാനപരമായ സത്യമാണ്. മാത്രമല്ല, നമുക്ക് ധാരാളം അറബി കോളേജുകൾ ഉണ്ടായി. അറബി കോളേജുകൾ പഞ്ചായത്തിൽ പോലും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ 100% സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു കാലഘട്ടത്തിൽ ഈ വളർന്നു വരുന്ന അറബി കോളേജുകളൊക്കെ കണ്ട് ഞാൻ തന്നെ മനസ്സിലിങ്ങനെ ആലോചിച്ചിരുന്നു, ഇതൊക്കെ എന്തിനാണാവോ. പക്ഷെ ഇപ്പോൾ അതിന്റെ വില നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഒരു കോളേജിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണം, അവൻ ആലിമായോ ഇല്ലയോ, അവൻ
നാട്ടിൽ ദീനി ദഅവത്തിന് വേണ്ടി ഇറങ്ങിയോ ഇല്ലയോ എന്നതൊക്കെ രണ്ടാമതായി ചിന്തിക്കേണ്ട കാര്യം. ഒന്ന്, പരസ്യമായി അവന് തെറ്റിയാൻ കഴിയില്ല എന്നുള്ളത് സത്യം. പരസ്യമായി കള്ളുടിക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ സൃഷ്ടിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് വലിയ കാര്യമല്ലേ, അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അവന് പരസ്യമായി ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമ കാണാൻ പോയ ഒരു സംഘം ചെറുപ്പക്കാര് ആ സിനിമ ഹാളിൽ വെച്ച മദ്രസയിലെ മുഅല്ലിമിനെ കണ്ടപ്പോൾ വലിയ വില കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയ അവര് ടിക്കറ്റൊക്കെ മറന്നിട്ട് ഉസ്താദിനെ കയ്യോടെ പിടികൂടി നാട്ടിൽ കൊണ്ടുവന്നിട്ട് പെരുമാറി ബസ് കയറ്റി വിട്ട സംഭവം എന്നോട് പറഞ്ഞു. ഞാനതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവര് സിനിമക്ക് പോയതാണെങ്കിലും സത്യത്തിൽ അവര് ചെയ്തത് വല്ലാത്തൊരു പുണ്യകരമായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാല് അവര് മോശമായാലും അവരെ മുന്നിലുള്ള ഉസ്താദുമാർ നല്ലവരാകണമെന്ന ഒരു ബോധം ഇന്നും മലയാളത്തിൽ നിലനിൽക്കുന്ന ഒരു ധാർമ്മികമായ ഒരു അടിസ്ഥാനമാണ്. അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഉസ്താദിനെ പരസ്യമായി അങ്ങനെ തെറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഒരു സിനിമ പോസ്റ്റ് വരെ നോക്കിക്കാൻ കഴിയില്ല. മാത്ര വലിയ വിഷയമാണ്. ഞാനൊരിക്കൽ കാസർഗോഡ് നിന്ന് പരിപാടി കഴിഞ്ഞു വരിക. ഇപ്പോഴും നല്ലൊരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിന് യാത്ര ചെയ്യുന്ന കാലം. അങ്ങനെ വന്നിട്ട് രാത്രി ഇങ്ങനെ വന്ന് കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് നിന്ന് പെരിന്തൽമണ്ണ വഴി വഴിക്കടവിലേക്ക് പോകാണ്ടി രാത്രി ബസ് അങ്ങനെ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലേക്ക്. അങ്ങനെ നേരം വിളിക്കാനായിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിയോട് അടുത്തായി കൊണ്ടോട്ടി കഴിഞ്ഞപ്പോൾ. അപ്പൊ കുറച്ചങ്ങോട്ട് പോയപ്പോ എനിക്ക് തോന്നി സുബഹി നിസ്കരിച്ചിട്ട് ഇനി യാത്ര ചെയ്യാം. സുബഹിന് നേരത്തെ യാത്ര ചെയ്യാൻ ശരിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെള്ളാമ്പുറത്ത് ഇറങ്ങി. പെരിന്തൽമണ്ണയിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും വെള്ളാമ്പുറത്ത് ബസ് ഇറങ്ങിയിട്ട് ഇനി ആ ലൈൻ ബസ്സിന് സുബഹി കഴിഞ്ഞിട്ട് പോവാലോ, സുബഹി നിസ്കരിക്കാന്ന് വിചാരിച്ച് ഞാൻ വെള്ളാമ്പുറത്ത് ഇറങ്ങി. അങ്ങനെ വെള്ളാമ്പുറത്തെ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച് പിന്നെ വന്ന് ഫസ്റ്റ് ബസ്സിന് മഞ്ചേരിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ബസ് കാത്തു നിൽക്കാം. ബസ് ലൈൻ ബസ് വന്ന് മഞ്ചേരിയിലേക്ക് ഫുള്ളാള്, ഭയങ്കര ആള് നിറയും, ഇങ്ങനെ ഭയങ്കര ജനം. ഞാൻ ബസ്സിൽ കയറി ഇങ്ങനെ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അവസാനം ബാക്ക് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നെ ഒരു 2-3-4 തവണ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ പോയിരുന്നോന്ന് ചോദിച്ചു. അന്നുണ്ടായ നെട്ടൽ ഇന്ന് മാറിയിട്ടില്ല. വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്തത് ഭയങ്കര ചോദ്യമാണ്. എന്താ പറയാ, ചില ഘട്ടങ്ങളിൽ നമ്മൾ നിരപരാധിയാണെങ്കിലും വാക്ക് കിട്ടൂല. കാരണം തൊണ്ടിയോടെ പിടിക്കപ്പെട്ടതാ. നമ്മൾ നിരപരാധിയാണെങ്കിലും അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, വായി കിട്ടൂല. എന്ത് ബസ് ടിക്കറ്റ് വാങ്ങിപ്പോയി പറയാൻ കഴിയില്ലല്ലോ. ഞാനിവിടെ ബസ്സിന് ഇറങ്ങിയതാ, സുബൈക്ക് ഇറങ്ങി, ഇതൊന്നും അവനോട് പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ ഉള്ള ഒരു സമൂഹത്തെ, അതായത് പരസ്യമായി പണ്ഡിതന്മാർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പഞ്ചായത്തുകൾ തോറും എന്ന് പറയാൻ വിധത്തിൽ നമ്മളെ ഈ നാട്ടിൽ ഈ കാണുന്ന അറബി കോളേജുകൾ നടത്തി തരുന്നത് ഗൾഫിലെ സഹോദരങ്ങളാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 100 മാർക്കാണ് അതിന്. അവർക്കല്ല വേറൊരാക്കാൻ കഴിയില്ല, അവർ തന്നെയാണ് ഇത് ചെയ്തത് എല്ലാം. ഈ വിനീതന്റെ തന്നെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമുന്നതമായ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരുപാട് ദഅവ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ബഹുമാനപ്പെട്ട ഗൾഫുകാരുടെ തന്നെ സംഭാവനയാണ്, ഒന്നും പറയാതിരിക്കാൻ നിർവാഹം. മാത്രമല്ല നമ്മുടെ തന്നെ അനവധി ആളുകൾ റമദാനിലാണ് കാര്യമായി എന്തെങ്കിലും നാട്ടിലേക്ക് ദീനി സ്ഥാപനങ്ങൾക്ക് സംഭാവന ലഭിക്കുക എന്നത് കാരണമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ, നോമ്പിന്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഗൾഫിലെത്തിയ അനവധി ആളുകൾ നേതാക്കന്മാരും അല്ലാത്തവരുണ്ട്. അതൊക്കെ സത്യാണ്, പോകാനിരിക്കുന്നവരുമുണ്ട്. അപ്പൊ ഗൾഫുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം നിസ്തുല്യാണ്. അവരെ കൊണ്ട് ഈ സമൂഹത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ സമ്പദ്ഘടനയിൽ എല്ലാ രംഗത്തും അവർ ചെന്നിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള സേവനം അനവധിയാണത്. ഇവിടെ എണ്ണിപ്പറയാൻ സാധ്യമല്ല. അനവധി പള്ളികളുണ്ടായി, മദ്രസകളുണ്ടായി, മദ്രസകൾക്കൊക്കെ ഊക്കുള്ള കെട്ടിടങ്ങളുണ്ടായി, വഖഫിന്റെ സ്ഥലങ്ങളുണ്ടായി. ഇനി പിൻഗാമികൾക്കത് നടത്തുകയല്ലാതെ നിർവാഹമില്ല. ആ രൂപത്തിൽ അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു ആ രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന അനവധി ആളുകൾ ഉണ്ടായിരുന്നു ഗൾഫിൽ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ അനവധി ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
അല്ലാഹു മർഹമത്ത് നൽകട്ടെ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമുക്കിന്ന് പള്ളി നടക്കുന്നുണ്ട്, മദ്രസ നടക്കുന്നുണ്ട്, അറബി കോളേജ് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെയൊന്നും ആയാൽ മാത്രം മതിയാവില്ലല്ലോ. വലിയ പള്ളി ആയതുകൊണ്ടൊന്നും നേടാനില്ല. മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ എന്ന പുണ്യ റസൂൽ. ഹിദായത്തില്ലാത്ത ഒരു ജനതക്ക് ഒരു പള്ളി ഉണ്ടായിട്ട് എന്താ കാര്യം? വളരെ നമ്മൾ ചിന്തിക്കണം. ഇതെന്നെ വളരെ വേദനിപ്പിച്ചതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ഈ വർഷം അത് തെരഞ്ഞെടുക്കാൻ ഒരു കാരണവുമുണ്ട്. ഈ വർഷം ഞാൻ 10 വർഷം 11 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഈ ദഅവത്ത് നടത്തിയപ്പോൾ മദ്യപാനികളായ ചെറുപ്പക്കാരെ കുറിച്ച് വഅള് പറയാൻ, അനവധി യുവാക്കളെ കുറിച്ച് വഅള് പറയാൻ യുവാക്കളും അല്ലാത്തവരും മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും എന്നെ നിർബന്ധിക്കുകയുണ്ടായി. ഈ വേദിയിൽ വെച്ച് തന്നെ ലഹരിയെ കുറിച്ച് നമ്മൾ ഒരു 5-8 കൊല്ലം മുമ്പ്, 6-7 കൊല്ലം മുമ്പ് പറഞ്ഞ വഅള് കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രഭാഷണമാണ്. അള്ളാന്റെ ഒരു മഹത്തായ ഫضലുണ്ട്. അനവധി ചെറുപ്പക്കാർ അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും പിന്മാറുകയും ഒക്കെ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ വർഷം അള്ളാന്റെ ഒരു സഹായം കൊണ്ട് ആ ദഅവത്ത് നിലനിൽക്കുമ്പോൾ 8 വർഷം മുമ്പ് യുവാക്കളുടെ മദ്യപാനത്തെ കുറിച്ച് വഅള് പറയാൻ വേണ്ടി അനവധി മഹല്ലുകളിൽ എന്നെ ക്ഷണിക്കപ്പെട്ടു, പറഞ്ഞു, ഈ വേദിയിലും പറഞ്ഞു. എന്നാൽ വളരെ അത്ഭുതപ്പെടേണ്ടതും ഭയപ്പെടേണ്ടതുമായ ഒരു കാര്യം, ഈ കൊല്ലത്തെ വേനലിലും മറ്റുമായി കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ അനവധി മഹല്ലുകളിൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം 2 ദിവസം നിർബന്ധമായും പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ട് മഹല്ല് കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിൽ വന്ന് നിർബന്ധിച്ച് ഏൽപ്പിച്ച ഒരുപാട് പരിപാടികളുണ്ടായി. ഈ പരിപാടികളിലെല്ലാം അവർ ഊന്നി പറഞ്ഞ വിഷയം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ കള്ളുടിക്കാണ്, നിങ്ങൾ ഇതിനെന്തെങ്കിലും പറയണം എന്നാണ്. അപ്പോൾ 8 വർഷം കൊണ്ട് നമ്മൾ എങ്ങോട്ട് വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിലുള്ള സ്കെയിൽ ഏറ്റവും വലിയ സ്കെയിലാണ്. അത് തന്നെയാണ്, അത് സമൂഹത്തിന്റെ നിലവിലുള്ള ചിത്രമാണ്. ഈ ദഅവത്തൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നടക്കില്ല. സാഹചര്യങ്ങളെ സൃഷ്ടിക്കപ്പെടാതെ, സാഹചര്യങ്ങൾ മാറ്റപ്പെടാതെ ഒരിക്കലും ദഅവത്ത് ഉപകരിക്കില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നാ പറഞ്ഞത്. സാഹചര്യങ്ങൾ മാറാതെ ദഅവത്ത് ഉപകരിക്കില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വേശ്യയെ പറ്റി പറഞ്ഞടാ. വേശ്യക്ക് സതുപദേശം കേട്ടപ്പോൾ പിന്മാറണമെന്നുണ്ടായിരുന്നു. പക്ഷെ ജീവിതം വേശ്യാലയത്തിലായിപ്പോയി. പിന്നെ അവൾ വേശ്യയായിട്ട് മരിച്ചു. വല്ലാത്ത വാക്കാ. ഒരു ഉപദേശം കേട്ടപ്പോ നന്നാവണം, വേശ്യാവൃത്തി നിർത്തണമെന്നൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വേശ്യാലയം വിട്ടുപോകാൻ അവൾ തയ്യാറായില്ല. അതുകൊണ്ട് അവൾ അവിടെ കിടന്ന് മരിച്ചുപോയി, വേശ്യയായിട്ട് തന്നെ മരിച്ചുപോയി. കാരണം ഇന്ന സഫീനത്തെ ലാ തജ്രി അലൽ യബ്സി, കപ്പലിന് അതുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന് ചലിക്കണമെങ്കിൽ അതിന് സാഹചര്യമാകുന്ന വെള്ളം ഉണ്ടാകണം എന്ന് കവി പറയും. അല്ലാതെ കപ്പലിന് ഓടാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. ദഅവത്ത് ഉപകരിക്കണമെങ്കിൽ സാഹചര്യം ഉണ്ടാവണം. ഇത് ഇന്ന് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ മനോരമ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർവേയുടെ ഫീച്ചർ ഉണ്ട്. മനോരമയിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കുറച്ച് നമ്മളൊക്കെ ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. ജീവിതത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം. വളരെ നമ്മൾ അള്ളാഹു എന്തിന് അയച്ചോ എന്ന് ചിന്തിക്കണം. സമ്പാദിക്കുക, സുഖിക്കുക, ഇതൊന്നുമല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ ചില ആയത്തുകൾ കാണിക്കാം. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്
ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മസ്വൽ ലഹും. സൂറത്ത് മുഹമ്മദ് ആയത്ത് നമ്പർ 12. സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു ഉറക്കെ പറ. സൂറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് നമ്പർ 12. ഈമാനും അമലുമുള്ളവരെ ആളുകളെ മാത്രമേ അല്ലാഹു തആല സ്വർഗത്തിൽ കിടത്തുകയുള്ളൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. എന്നിട്ട് അതിന് നേരെ വിരുദ്ധരായവരുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുക. അതിന് മനസ്സിലാക്കുക ഈമാനുള്ളവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും. വല്ലദീന കഫറു, സ്വർഗത്തിൽ കിടക്കാത്ത സത്യനിഷേധികൾ ഉണ്ടല്ലോ, അവരുടെ കാഴ്ചപ്പാട് യതമത്തഊന, സുഖിക്കണമെന്നോ വയഅകുലൂന, തിന്നണമെന്നുമായിരിക്കും എന്ന്. രണ്ട് കാഴ്ചപ്പാട്. കമാ തഅകുൽ അൻആം, രണ്ട് കാര്യം പറഞ്ഞിട്ട് മൃഗത്തെ പറ്റി പറഞ്ഞെടുത്ത് ഒന്ന് മാത്രം പറഞ്ഞു. അപ്പൊ മൃഗത്തേക്കാൾ പോഷായി മനുഷ്യൻ. വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മസ്വൽ ലഹും. സത്യനിഷേധികൾ ഉണ്ടല്ലോ, അവരുടെ കാഴ്ചപ്പാട് സുഖിക്കണമെന്നും തിന്നണമെന്നുമായിരിക്കും. മൃഗങ്ങൾ കഴിക്കുന്നത് പോലെ, മൃഗങ്ങൾ സുഖിക്കുന്നത് പോലെ എന്ന് പറഞ്ഞില്ല. മൃഗങ്ങൾക്ക് സുഖിക്കണമെന്ന കാഴ്ചപ്പാടില്ല, മൃഗങ്ങൾക്ക് കഴിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ കഴിക്കുകയും സുഖിക്കുകയും മാത്രം കാഴ്ചപ്പാടാക്കുക, ഇതാണ് ഈമാനിക വിരുദ്ധതയുടെ കാഴ്ചപ്പാട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതായത് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇത് തന്നെയാണ്. ഈ തിന്നാനും കുടിക്കാനും ഉണ്ടാക്കലും സുഖഭോഗങ്ങൾക്ക് സൗകര്യം ഒരുക്കലുമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ പിഴവ് പറ്റിയിട്ടുണ്ട്. വളരെ നമ്മൾ ചിന്തിക്കണം, അടിസ്ഥാനം മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട്. ഗൾഫിൽ 7 വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ ഇത് ഇത്രത്തോളം അതിൻ്റെ ചടുലമായ ഒരു രീതിയിൽ എൻ്റെ മനസ്സിൻ വായിക്കാൻ, ആ വായന മുഴുവൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ എന്നെ പറയാൻ പ്രേരിപ്പിച്ചത്. അവസാനം ഞാൻ കബാലയത്തിൻ്റെ കില്ല പിടിച്ച് ഒറ്റ വാക്കാണ് ദ്വാഴ്ചത് മുമ്പേ, ഇനി ജോലിക്ക് ഗൾഫ് വരുന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടാകരുത്. അള്ളാഹുവിന് അങ്ങനത്തെ അവസ്ഥ വന്നിട്ടില്ല. അള്ളാഹു ദ്വാ സ്വീകരിച്ചു. ഇനി നിന്റെ കലാമല്ലാത്തൊരു ഭക്ഷണം കഴിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വരാൻ പാടില്ല. കാരണം സമുദായത്തിൻ്റെ ഭക്ഷണം കഴിച്ച് പഠിച്ചിട്ട് അതൊക്കെ ഗൾഫിൽ പോയി തുലക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കുറ്റമാണ് എന്ന് പിന്നെ ബോധ്യപ്പെട്ടു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറയാം, സൂറത്തുൽ ഹിജ്റിന്റെ 2-3 വചനങ്ങൾ. റുബ്ബമാ യവദ്ദുൽ ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ ദർഹും യഅകുലു യതമത്തഉ വയുൽഹിഹിമുൽ അമാലു ഫസൗഫ യഅലമൂൻ. അല്ലാഹുവിന്റെ കോടതിയിലും നരകത്തിലും നിലകൊള്ളുമ്പോൾ സത്യനിഷേധികൾ വിചാരിച്ചു പോകും, ഞങ്ങൾ മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹു നമ്മെ മുസ്ലിമായി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മലക്കൾ അവരോട് പറയും, മലക്കുകൾ പറയുന്നതാണ്, യഅകുലു, കഴിക്കുകയും തിന്നുകയും കുടിക്കുകയും സുഖിക്കുകയും മാത്രമായി ജീവിച്ചവർ, അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയാ. ദർഹും യഅകുലു വയതമത്തഉ, നബിയെ വിട്ടേക്കു അവരെ, അവർ കഴിച്ചുകൊള്ളട്ടെ, അവർ സുഖിച്ചുകൊള്ളട്ടെ. അവരുടെ ജീവിത താല്പര്യം എന്ന് പറഞ്ഞത് കഴിക്കലും സുഖിക്കലുമാണല്ലോ. അപ്പോൾ മുസ്ലിമിനെയും മുസ്ലിം അല്ലാത്തവരെയും ഈ ആയത്തിലും ഒന്ന് വ്യവച്ഛേദിച്ചു. അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നരകത്തിൽ നിലകൊള്ളുമ്പോൾ കുഫ്ർ വിചാരിക്കും, ഞങ്ങൾ മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അന്ന് എന്ന് അള്ളാഹു താക്കീത് ചെയ്യാൻ നബിയെ കുഫ്റോട് കൂടെ പോകുന്നവരെ വിട്ടേക്കും, അവർ കഴിച്ചോട്ടെ, അവർ സുഖിച്ചോട്ടെ എന്ന്. അതായത് കഴിക്കലും സുഖിക്കലും ജീവിത നിലവാരത്തിന്റെ ഭാഗത്തിന്റെ മുഖ്യധാരയിലാക്കിയാൽ അത് കുഫ്റിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള വഴിയാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. സൂറത്തുൽ ഹിജ്ർ ആയത്ത് നമ്പർ 1-2 നോക്കൂ. ഇനി നിങ്ങൾ നോക്ക്, സൂറത്തു അൽ ബഖറ 200, 201, 202. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. 200, 201, 202. നീ കാഴ്ചപ്പാട് കാണിക്കുന്നു നോക്കിക്കോളൂ. തുടക്കം രണ്ടുകൂട്ടത് ഒന്നാണ്. ഒരു കൂട്ടർക്ക് റബ്ബന ആതിന ദുന്യാവിൽ കിട്ടണമെന്നേ മോണ്ടാവുള്ളൂ. ഫമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് അവർക്ക് ഒന്നും ഉണ്ടാവില്ല. ഇത് മാത്രം കാഴ്ചപ്പാടായാൽ അല്ലാഹു കാക്കട്ടെ. പച്ചയാണ്, പച്ചയായിട്ടാണ് പറയാ. ഇതൊക്കെ എങ്ങനെ പറയാവുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് ഖുർആൻ മാത്രമാണ്. എന്താണ് ഇതിപ്പോ ഗൾഫുകാർക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താണെന്ന് വരെ തോന്നുന്നത്. ഇന്ന് കച്ചവടം ബിസിനസ്സും മാത്രമാക്കിയ പുതിയ ആധുനികതയ്ക്ക് വേണ്ടിയും ഗൾഫുകാർ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇവര് നിരീശ്വരവാദികളല്ല, ഇവര് കുഫ്റുമല്ല, ഇവര് നിരീശ്വരവാദികളല്ല, ഇവര് കുഫ്റല്ല, ഇവര് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റും അല്ല, ഇവരങ്ങനെയൊന്നും അല്ല. കാരണം ഇവർ തുടങ്ങുന്നത് റബ്ബനാണ്. അപ്പോൾ ഇവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ അള്ളാഹുവിൽ അവർക്ക് ആകെ വേണ്ടത് ദുന്യാവിൽ മാത്രം. അതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്നില്ല, അവർക്ക് താല്പര്യമില്ല. ഇവർ കാഫറല്ല. കാരണം ഇവർ തുടങ്ങിയത് റബ്ബന. ഇന്നലെ നമ്മൾ പറഞ്ഞു റബ്ബന റബ്ബന എന്ന് ആവർത്തിച്ചാൽ അബ്ദേ നിനക്ക് എന്താണ് വേണ്ടതെന്ന് അള്ളാഹു തിരിച്ചു ചോദിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ വാങ്ങിയ സീഡിയിലുണ്ടല്ലോ അല്ലേ, ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവര് തുടങ്ങിയത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആഖിറത്തിലൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർ അള്ളാന്റെ സൃഷ്ടികൾ തന്നെ, അവർ അള്ളാനെ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അവർക്ക് എന്തേ ആഗ്രഹമുള്ളൂ? ഒന്ന് പറ, എന്തേ ആഗ്രഹമുള്ളൂ? ഇവിടെ അങ്ങനെ കുടിച്ചും മതിച്ചും സുഖിച്ചും വീടും പത്രാസും കുട്ടികളും പോക്കും മാമൂലും അങ്ങനെയായിട്ട് അങ്ങനെ കഴിഞ്ഞുവിടണം. അങ്ങനെയാണ്. അവർക്ക് 18,000 ചില്ലാനം റുപ്യാണ് പെണ്ണുങ്ങൾക്ക് സ്വർണത്തിന് വില എന്ന് വന്നാലും വലിയ ബേജാറൊന്നുമില്ല. അതിനനുസരിച്ച് വീണ്ടും അവർ കുറച്ചും കൂടെ നിൽക്കും. അങ്ങനെയാണ്, അത്രയൊക്കെ തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. കേട്ടോ, ഇനി അർത്ഥം പറയാൻ പോവാ. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവര് പ്രാർത്ഥിക്കുക റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. മറ്റൊരു പ്രാർത്ഥിക്കുക ഹസന പ്രാർത്ഥിക്കൂല, റബ്ബന ആതിന ദുനിയ. വല്ലതും തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ട. അതിന് ഹസനത്തായിക്കോളൊന്നുമില്ല, നല്ലതായിക്കോളൊന്നുമില്ല. എന്ത് കഫം പൊടയെന്നായാലും വേണ്ടില്ല, ഇവിടെ കിട്ടണമെന്നേ ഉള്ളൂ. ഓക്കെ, ഹസനത്ത് എന്നുള്ള വാക്കൂല അവിടെ ഇല്ല. فمن الناس من يقول ربنا آتنا في الدنيا. കഴിഞ്ഞു. വല്ല തരാൻ വിചാരിച്ചതിനും ഇവിടെ കൊണ്ട എന്തായാലും വേണ്ടില്ല. അത് നന്മയോ തിന്മയോ എനിക്ക് വ്യത്യാസമില്ല, ഹലാലോ ഹറാമോ എനിക്ക് വൈജാത്യല്ല, എന്തായാലും ഇവിടുത്തെ. എന്നാൽ ഫമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
അള്ളാഹുവേ ദുനിയാവിൽ ഹസനത്ത് നൽകണമേ, ആഖിറത്തിലും അള്ളാഹു നൽകട്ടെ. നീ ചെവി ഒന്ന് കുറിപ്പിക്ക്, നീ ഒന്ന് ചെവി കുറിപ്പിക്ക്. രണ്ടിന്റെ അർത്ഥം പറയാൻ പോവാണ്. ഹസനത്തു ദുനിയ അൽ മർഅത്തു സ്വാലിഹ, ഹസനത്തുൽ ആഖിറത്തി അൽ ജന്ന. ഹസനത്തു ദുനിയ അൽ മർഅത്തു സ്വാലിഹ, അന്യരെ ആഗ്രഹിക്കാതെ, അന്യൻ ഒരാളെ ആഗ്രഹിക്കാത്ത, അന്യന്റെ പിന്നാലെ പോകാത്ത, അന്യനിലേക്ക് കട്ടുനോക്കാത്ത. വളരെ ചിന്തിക്കണം. ഞാൻ ഈ കൊല്ലത്തെ റമളാന്റെ ക്ലാസ്സുകളിൽ, നമ്മളെ റമളാനെ കൂടെ അനുബന്ധിച്ച ക്ലാസ് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ഈ കൊല്ലം നടന്നു. അവിടെ എല്ലാം ഞാൻ പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. നോമ്പ് കബൂലാകണമെങ്കിൽ 6 നിയമ ഒന്നുൽ ബസറ. നോമ്പ് കബൂലാകണമെങ്കിൽ ഒന്നുൽ ബസറി, ഹിഫ്ളുൽ ലിസാനി, കഫ്ഫുസ് സമഇ, കഫ്ഫു ബഖിയത്തിൽ ജവാരിഹി, തഖീലു തുആമി ലൈലൻ വദ്ദുആഉ ലൈലൻ ഖായിഫ. 6 കാര്യം ഉണ്ടായാലേ നോമ്പ് കബൂലാവുകയുള്ളൂ. നോമ്പ് കബൂലാകണമെങ്കിൽ നിന്റെ വകയല്ല. ശുറൂത്തുൽ ഖബൂലിനെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു യഹ്യ പറയുന്നുണ്ട്, നിന്റെ വകയല്ല. അസ്റാർ സൗമിൽ ഈ യഹ്യയിൽ കാണാം, നിന്റെ വകയല്ല. നോമ്പ് കബൂലാകണമെങ്കിൽ, സ്വഹീഹല്ല, കബൂലാകണമെങ്കിൽ 6 കാര്യങ്ങൾ നിബന്ധനയാണ്. ഒന്ന് വള്ളുൽ ബസ്വരി, ദൃഷ്ടി നിയന്ത്രിക്കുക, കണ്ട്രട്ട് നിയന്ത്രിക്കുക, ഒന്നാമത്തെ കാര്യം. 2 നാവിനെ സൂക്ഷിക്കുക. 3 ചെവി നിയന്ത്രിക്കുക. പിന്നെ മറ്റുള്ള അവയവങ്ങൾ നിയന്ത്രിക്കുക. ഇതൊക്കെ തന്നെയാണ് അതില്. പിന്നെ രാത്രി ഭക്ഷണം കുറക്കുക. പിന്നെ രാത്രി സ്ലീപ്പ് ഇരിക്കും. തഖലീൽ 5 രാത്രി ഭക്ഷണം കുറക്കുക. 6ാമത്തെ കാര്യം അദ്ദുആഉ ലൈലൻ ഖൈഫ, രാത്രിയിൽ അള്ളാഹിനെ പേടിച്ച് പഠിച്ചവനെ കബൂലാക്കണേന്ന് വേർക്കുക. ഈ 6 കാര്യം ഉണ്ടായാൽ നോമ്പ് കബൂലാവുള്ളൂ. പെട്ടെന്ന് ഓടിച്ച് പറയുന്നതല്ലേ നമ്മളെ വിഷയം. എന്നാലും 1 കണ്ണ് നിയന്ത്രിക്കുക, ഹറാമിലേക്ക് നോക്കാതെ കണ്ണ് നിയന്ത്രിക്കുക. 2 നാവ് നിയന്ത്രിക്കുക. 3 ചെവി നിയന്ത്രിക്കുക. 4 കഫ്ഫു ബഖിയത്തിൽ ജവാരിഹി, മറ്റു അവയവങ്ങൾ പൊതുവിൽ നിയന്ത്രിക്കുക. 5 തഖലീലു തുആമി ലൈലൻ, രാത്രി ഭക്ഷണം കുറക്കുക. 6 അദ്ദുആഉ ലൈലൻ ഖൈഫ, രാത്രി പേടിച്ച് ദുആ ചെയ്യുക, അല്ലാഹുവേ കബൂലാക്കണേ. ഈ 6 കാര്യം ചെയ്താലേ നോമ്പ് കബൂലാവുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൽ 1ാമത്തെ പറഞ്ഞത് കണ്ണ് നിയന്ത്രിക്കില്ല. നമ്മൾ ഏകദേശം പെണ്ണുങ്ങൾക്കൊന്നും നോമ്പ് എന്ന സംഗതി തന്നെ ഉണ്ടായിട്ട് കാലം കുറയായിട്ടുണ്ടാവും. നോമ്പ് നമ്മളെ ബഹുമാനപ്പെട്ട സഹോദരിമാർക്ക് നോമ്പ് ഉണ്ടായിട്ട് കൊല്ലങ്ങൾ എത്രയായിട്ടുണ്ടാവും. എന്തുകൊണ്ട്? പ്രധാനപ്പെട്ട കച്ചവടങ്ങളൊക്കെ നടക്കുക നോമ്പിന്. 1 മുതൽ 30 ദിവസം ഷോപ്പിംഗ്. ഇങ്ങനെയാണ് പോയാൽ ഒരു കട ഉണ്ട് പൊറ്റമ്മല്, ലോകത്തിലെ ഏറ്റവും വലിയ സാരി കട എന്നാണ് പറയുന്നത്. ആ കട കഴിഞ്ഞ കൊല്ലം റമദാൻ 1 ഉദ്ഘാടനം ചെയ്ത്. എൻ്റെ വിഷു 1 ഉദ്ഘാടനം ചെയ്തുകൂടായിരുന്നു. എൻ്റെ ക്രിസ്തുമസ് 1 ഉദ്ഘാടനം ചെയ്തുകൂടായിരുന്നു. ഇത് അങ്ങനെയൊക്കെ ആയിക്കൂടായിരുന്നു. അല്ലെങ്കിൽ മകരവിളക്കിന് ഉദ്ഘാടനം ചെയ്തുകൂടായിരുന്നു. അങ്ങനെയൊക്കെ ഉദ്ഘാടനം ചെയ്തത് അല്ല. എന്ത് നോമ്പ് 1 ഉദ്ഘാടനം ചെയ്തു? നോമ്പ് 30 കൊണ്ട് 10 കൊല്ലത്തെ കച്ചവടം ചെയ്യാൻ കഴിയും. അരിച്ച് ഭാര്യനെ പോർക്കും. എന്നെ രാവും പകലും നമ്മുടെ പെണ്ണുങ്ങളും തിരഞ്ഞു. അതാണ് ആ ജാതി ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹു കാക്കട്ടെ. ഉറക്കെ പറഞ്ഞെങ്കിൽ നമ്മളെ പെണ്ണുങ്ങൾക്ക് എതിരാവോളെ നമ്മളെ ദുആന്ന് വിചാരിക്കണ്ട. ഉറക്കെ പറയാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة. അർത്ഥം പറയാ, എന്റെ വകയല്ല, തഫ്സീർ പറയുകയാ. ഹസനത്തു ദുനിയ അൽ മർഅത്തു സ്വാലിഹ, ഹസനത്തുൽ ആഖിറത്തി അൽ ജന്ന. ദുനിയാവിലെ ഹസനത്തിനും ആഖിറത്തിലെ ഹസനത്തിനും നമ്മൾ ചോദിക്കുന്നു. ദുനിയാവിലെ ഹസനത്തി എന്നാൽ സ്വാലിഹത്തായ പെണ്ണാണ്. ആഖിറത്തിലെ ഹസനത്തി എന്നാൽ സ്വർഗമാണ്. അപ്പൊ ഇവിടെയും സ്വർഗം അവിടെയും സ്വർഗം. ഇവിടെ സ്വർഗം ഉണ്ടാവണമെങ്കിൽ സ്വാലിഹത്തായ പെണ്ണുണ്ടാവണം. എന്ന് എന്റെ വകയല്ല. എന്റെ വകയാണെങ്കിലല്ല ഇപ്പൊ കണ്ണൂർ തിന്നെ പൊടിപ്പിക്കണ്ടുള്ളൂ. എന്റെ വകയല്ല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പൊ അതാണ് ബാധ്യത. ഈ വീടും കൊട്ടാരവും സൗകര്യവും ഇതൊന്നുമല്ല വിഷയം. അതാണ്.
വളരെ നമ്മൾ ചിന്തിക്കണം. മൻ ഉഅ്തിയ ഖൽബൻ ശാകിറൻ ലിസാനൻ ദാകിറൻ വഖൽബൻ ശാകിറൻ വബദനൻ സാബിറൻ വസൗജതൻ തുഈനു അഹദകും അലാ ദീനിഹി. ഒരാൾക്ക് ദുനിയാവിലെ ഫഖർ ഊതിയ ഫിദ്ദുനിയാ ഹസന, ഒരാൾക്ക് 4 കാര്യമുണ്ടായ ദുനിയാവിലെ ഹസനത്ത് കിട്ടി. ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവ്, വഖൽബുൻ ശാകിർ, നന്ദിയുള്ള ഹൃദയം, വബദനുൻ സാബിർ, ക്ഷമിക്കുന്ന ശരീരം, വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി, മതപരമായ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ. ഈ 4 അതമുണ്ടാക്കണം, സൃഷ്ടിക്കണം, അല്ലാതെ ഉണ്ടാവില്ല. നമ്മക്കതിൽ ബാധ്യതയുണ്ട്, നമ്മക്കാണ്. ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവാണ് പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് തഫ്സീർ, ഇങ്ങനെയൊക്കെയാണുള്ളത്. നേരത്തെ ഉസ്താദ്മാർ പറഞ്ഞല്ലോ, തഫ്സീർ അനുസരിച്ചുള്ള ഒരു ക്ലാസ്സാണ് നമ്മളെ ക്ലാസ്. തഫ്സീർ ഇങ്ങനെയാണ്, നിങ്ങൾ എന്നോട് ചൂടായിട്ട് കാര്യമില്ല. അങ്ങനെയാണ്.